ഹലോ, ഞാൻ ഒരു യാത്രയിലായിരുന്നു. അപ്പം നേതനെ കൊടുത്തിരുന്ന ഒരു ഇൻസ്റ്റൻറ്റ് സിർലാക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ കമൻസാണ് വന്നത്. മക്കാനെ കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 4 ഇൻഗ്രീഡിയൻസേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം 4 ഇൻഗ്രീഡിയൻസിലെ ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മക്കാനെ ഞാൻ ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 3 കപ്പാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. ദെൻ ഒരു ഹാൻഡ്ഫുൾ ഓഫ് നമ്മുടെ എന്താ പറയുക കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തേർഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബദാമും കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കുറേ നേരമൊന്നും അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ്സ് മാക്സിമം, ഒരു 5 or 7 മിനിറ്റ്സ് മാക്സിമം മതിയായിരിക്കും കേട്ടോ. ദെൻ ഞാൻ അതൊന്ന് മാറ്റി തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലൂടെ പൊട്ടുകടലയാണ് ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ പൊട്ടുകടല ഇല്ലാണ്ട് വെറും നേരത്തെ കാണിച്ച 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊട്ടുകടല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ ഒരു 5 മിനിറ്റ്സ് ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൻ ഒന്ന് കൂളായതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പം ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ പറയണേ.